നിൽക്കുന്ന കുട്ടിക്കും കറക്കടാ, ആ കുട്ടിക്കും കറക്കാം. ഒരു ബക്കറ്റ് നിലത്ത് വെക്കാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കറക്കതാ. എന്താണ് ആ രണ്ട് കുട്ടികൾ, ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും. ചേട്ടൻ ഇതാണ് മോല് മക്കളെ. മഞ്ഞത്തിൽ തെറ്റിപ്പോവില്ല, ആ കാര്യം ഉറപ്പാണ്. തെറ്റിപ്പോവില്ല. പജ്ജി ചവിട്ടിയാൽ മഞ്ഞ് തെറ്റിപ്പോണ്ട അവസ്ഥയിൽ വരില്ല. ലിറ്റർ പോലിട്ട് പെറ്റ പഞ്ചാറിലൂടെ കാണിച്ചു തരാം. ഏത് പുളിച്ചതും കെട്ടതും താറിയതും മുന്നിക്കട കിട്ടിയാൽ മതി. അതായിട്ട് പരിയെ കൊണ്ടേക്കോ. അതല്ല കുട്ടികൾ വേണമെങ്കിൽ ഇവിടെ വേറെ കുട്ടികളും ഉണ്ട് കേട്ടോ. ഈ പജ്ജ്, ഈ പൊട്ട ഇതെന്ത് കഴിച്ചാ ഈ കുട്ടികൾ കഴിച്ച് ഇതൊക്കെ കൊണ്ടുപോയി തമിഴ്നാട്ടിൽ പച്ചവെള്ളം വെച്ചെടുത്ത് വരുന്ന കന്ന കേട്ടെ. കുട്ടി നല്ലൊരു ഒരു കുട്ടി ഉണ്ട്. കുട്ടിയെ കാണിച്ചു തരാം. കുട്ടിയൊന്നും പോയിട്ടുണ്ടോ പൈക്ക കേട്ടോ. വെറുതെ ഇവിടെ വാ. ഏത് കറക്കാൻ വെച്ചാത്ത മഞ്ഞ പെണ്ണുങ്ങൾ നീളുണ്ടല്ലോ, ഓൾക്ക് കറന്ന് പഠിച്ചാൻ പറ്റിയ പജ്ജ. അതാണ് ഭയങ്കര ഇരുമ്പ് കേട്ടം പോലെ ഒരു കുട്ടിയുണ്ട്. എടുത്തതിരെ കുട്ടിയടാ, അത് കഴിച്ചാ ഇതുകൊണ്ടേക്കോ. തീരെ തോട്ടത്തിൽ ജാഗ്രത പജ്ജ. നല്ല കുട്ടിയാണ്. ഇതിനും കുട്ടിയുണ്ട് കേട്ടോ. ഇത് നാട്ടിലെ പജ്ജ. അതിന് മടി കാണൂല. 7 ലിറ്റർ പോലത്തെ ഇതാണ് അതിൻ്റെ കുട്ടി. ഇതിലൂടെ കുട്ടിനെ കാണിച്ചു കൊടുത്തൂടെ. ഇവിടെ വാ, കെട്ടിക്ക് കെട്ടിക്ക്. ഇവിടെ വാ. കുട്ടി വേണമെങ്കിൽ കുട്ടി പഞ്ചൂരി കൊണ്ടേക്കാ. ഈ കുട്ടി ഒഴിവാക്കണേ കുട്ടി ഒഴിവാക്കി തരാട്ടോ. പഞ്ച് ഇറക്കാൻ കുട്ടിയൊന്നും വേണ്ട. ചിലർക്ക് കുട്ടിക്ക് ബുദ്ധിമുട്ടായിക്കാറ്. അപ്പൊ എന്ത് ചെയ്യുന്ന പറയാ, കുട്ടി വേണ്ട അറിയും. ഈ പൈക്കളൊന്നും ഇറക്കുതാരെ ഇതൊക്കെ ഈ അത്രയും നോട്ടത്തിന്റെ ഭയമാണ് അവിടെയൊക്കെ തമിഴ്നാട്. ഇതൊക്കെ നമ്മളെ ശരിക്കും ഒരു വള്ളം തന്നെ കൊടുക്കുമ്പോഴുണ്ടാവും. കുട്ടിനെ കെട്ടിക്കളാ. ഏതാ കൊണ്ട് ഇത് നമ്മൾ തന്നെ. ഇതിന് കുട്ടിയില്ലാത്ത പഞ്ച ഇല്ല. ഇതിന് കുട്ടി ഈ പഞ്ച് കൊണ്ടേക്കണം. ഇതുകൊണ്ട് കുട്ടിനെ കെട്ടണേങ്കായി അവിടെ കെട്ടിക്കളാ. രണ്ട് പേറ പറ്റുക. ഇതടി ഒരു ടവലിന്റെ കനുണ്ടാവൂലേ ഇതിന്റെ തോല് പുറത്തുണ്ടാവും. അതിന്റെ മടി ഒരു 1.5 കിലോ വെല്ലറ്റിട്ട് വെള്ളം കൊടുക്കണില്ലേ. അത് നോക്കണ്ട. 5 പഞ്ചാണ് ഈ പഞ്ച്. ഈ കുട്ടി വേണ്ടാന്നുണ്ടെങ്കിലോ 33 രൂപ. കുട്ടി പച്ചൂടെ 38. കാക്കാ കാക്കാ അയാളെ തോണ്ടിക്കാണി. നമ്മളെ ലോകക്കാരനാണ്. ഇത് കൊണ്ടേക്കോ. അല്ല തെച്ചിട്ടേ ഇത് കൊണ്ടുപോയിട്ട് 1.5 കിലോ വെല്ലറ്റിട്ട് 2.5 വെള്ളം കൊടുത്തൊന്ന് തേച്ച് ഈ പൈക്കുട്ടികളെ നിർത്തുമ്പോഴേ ഒരു പാത്രം ഒന്നുകൂടി എടുക്കുമ്പോൾ എന്ന് പറയേണ്ട ഒരു കട്ടക്കാലം വരും. യാതൊരു സംശയിക്കണ്ട. അയാൾ ഇഞ്ചാളാണ്. എങ്കളിയൊന്നും ആളല്ല. ഇഞ്ചാളാണ്. അതുകൊണ്ടേക്കോ ഇതുകൊണ്ടേക്കോ. അല്ല ഒന്നും പോരാ നമുക്ക്. നമുക്ക് ഇത് മതി. ചെറുതേക്കോട്ടെ. ഇന്നലെ കൊടുത്തേക്കുമ്പോൾ കെട്ടിയതാ. ഞാൻ ഇപ്പൊക്ക് തിരിച്ചില്ല. ഈ പൈക്കള കച്ചവടമാവട്ടെ അത് ഇവിടെ ഓട്ടോസ് ഒന്നും അവിടെ കിട്ടൂല. അതിനൊന്നും മെനക്കേണ്ട. ഇവിടെ ഇത് ഞങ്ങളെ ബൗണ്ടറിയാണ്. ഞങ്ങൾ പറയാതെ പെട്ടൊരു വണ്ടിക്കാര്
ഞമ്മൾ വന്നിട്ട് ഓടിച്ചാ പോയിട്ടില്ലല്ലോ. അല്ല അതല്ല അതുപോലെ നിങ്ങളെ ഓട്ടോറിക്ഷ ഓട്ടോപ്പണ നിങ്ങൾ സംഭവിക്കൂല. ഞാൻ പറഞ്ഞല്ലോ ആ ഏതൊക്കെ വേണ്ട അതെന്താ ഉണ്ട് പോത്തടാ കിലോ എത്ര ഉണ്ടോ ഇത് പള്ളറില്ലേ കോയക്കൂര് പൈക്ക് കച്ചവടമല്ല. അപ്പൊ ഇത് മാറ്റം കിട്ടിയതാണ്. വലിയ 2 പഞ്ചെടുത്ത് മാറിയതാണ്. എന്റെ 2 പഞ്ചെടുത്ത് മാറിയതാ. ഇന്നലെ കൊടുത്ത് ഇവിടെ കെട്ടിയതാ. ഇയാൾ കണ്ടതാ. നിങ്ങളൊന്നും മുണ്ടാ വരൂല. ഞാനല്ലേ തന്നെ ഇന്നലെ കൂടെ 55 ഉറുപ്പ ഇന്നലെ പറഞ്ഞു. ഇന്ന് ഇന്നത്തെ കച്ചവടം പറയാൻ പറ്റില്ല. ഇത്ര കൂട്ടിക്കളിയാണ് നമ്മളെ ആൾക്കാരെ പൈസ ഒന്നും എടുക്കണ്ട. കഴിഞ്ഞിട്ട് വാങ്ങിക്കോളൂ. ഇവരെ വാപ്പള മെറും ചെറുതാണ്. പിന്നെ നിങ്ങളോട് പറഞ്ഞ ഇതിൽ അങ്ങനെയല്ല താച്ച. ഇത് എത്രക്ക് മേടിച്ചത് 1,10,000 രൂപ വില കിട്ടിയത്. അതിന് സത്യാവസ്ഥ പൈക്കള കൊടുത്താണ്. 1,10,000 വില കിട്ടിയതാണ്. ഞാൻ വില കിട്ടിയതാണ്. ഈ പോത്തുകൂട്ടി നല്ല പോലെ എനിക്ക് വേണ്ടി തന്നോണ്ടു തന്നോണ്ടു. ഞാൻ ഈ പെരുന്നാൾ വരച്ച് തീർത്തിട്ട് 1,500 രൂപ എനിക്ക് കേടുപാട് 1,500 രൂപ ഞാൻ തരാം. 45 രൂപ അല്ലല്ല അത് പറയാ ഒരു 44 അവസാനിച്ച ാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നതാ. 60 ദിവസം തിരിച്ചു കൊണ്ടതിനെ ഞാനൊരു വലിയ സംഖ്യ ലാഭം ഞാൻ തരാം. വില പുറത്ത് ആ പൈസ എന്തിനു കൂടിക്കോളും. ഇവിടെ തമിഴ്നാട്ടിൽ അതല്ല പൈസ തമിഴ്നാട്ടിൽ നിങ്ങൾ പൈസ ഒന്നും കൊടുത്തില്ല. ചെങ്ങൾക്ക് വേണ്ടി കായാണ്ട് കൊണ്ടേക്കോളൂ. പോത്തിറക്കി കൊണ്ടുപോയി പോത്തട്ടോ. ഈ പോത്ത് തിരിച്ചറിയാം. അതല്ല ഇത് പറയണല്ല. നിങ്ങളെ മനസ്സിലാക്കുക. ഇത് 1,10,000 രൂപ വില കെട്ടി പച്ചര കൊടുത്താ. ഇന്നലെ കൊടുത്ത് കെട്ടി ആ തെങ്ങുമ്പതായി കഴിച്ചിട്ടുമില്ല. ഇപ്പൊ നടാട കഴിച്ചാണ്. പച്ചള്ളറ്റം കൊടുത്തിട്ടില്ല. ഈ പൈക്കളുണ്ടാകുമ്പോ നമുക്ക് നടക്കൂലേ.